നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. അങ്ങനെ ദിവസം കണക്കുകൂട്ടി സത്യവാന്റെ സമീപത്തേക്ക് കാലൻ എത്തുന്നതിന് 4 ദിവസം മുമ്പ് സാവിത്രി വളരെ വ്യക്തമായിട്ട് ആ ദിവസ സംഖ്യ എടുത്ത് നിശ്ചയിച്ചു. ചതുർത്ഥേഹനി മർത്തവ്യം ഇത് സഞ്ചിന്യ ഭാവിനി. ഇന്നേക്ക് 4 പകലുകൾ ചെല്ലുമ്പോഴേക്കും സത്യവാൻ മരിക്കും. അത് ഈശ്വര നിശ്ചിതമാണ് എന്ന് അറിയുന്ന സാവിത്രി അടുത്ത 3 പകലുകളും 3 രാത്രികളും കഠിനമായൊരു വ്രതം, അതുവരെ അനുഷ്ഠിച്ചു പോന്ന ആ ആശ്രമത്തിന് ഉചിതമായ കഠിന തപശ്ചര്യ കൂടാതെ കണ്ട് വ്രതം ത്രിരാത്രമുദ്ദിശ്യ ദിവാരാത്രം സ്ഥിതാഭവത്. 3 പകലുകൾ കൊണ്ട് 3 ദിവസങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതായ ഒരു കഠിനമായ വ്രതം അവൾ കൈക്കൊണ്ടു. എന്താ, ഈ 3 ദിവസവും ധ്യാനപരായണയായിട്ട് രാവെന്നോ പകലെന്നോ ഉള്ള ഭേദമില്ലാതെ ഒരൊറ്റ നിൽപ്പാണ് സാവിത്രി. എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ജലപാനം പോലുമില്ല. ആ പ്രകാരത്തിലുള്ള കഠിനമായ തപസ് എന്തിനു വേണ്ടിയിട്ട് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. സാവിത്രിയുടെ ഈ കഠിനമായ തപസ് കണ്ടിട്ട് ദ്യുമത്സേനൻ സാവിത്രിയോട് ചോദിച്ചു, അതിതീവ്രോയം ആരംഭ ത്വയാ ആരബ്ധോ നൃപാത്മജേ. അല്ലയോ രാജകന്യകേ, രാജാവായിരിക്കുന്ന അശ്വപതിയുടെ മകളായിരിക്കുന്ന അല്ലയോ സാവിത്രി, നിന്റെ ഈ തപസ്സിന്റെ തുടക്കമുണ്ടല്ലോ, ആരംഭമുണ്ടല്ലോ, ഈ നിശ്ചയമുണ്ടല്ലോ, ഇത് അതിതീവ്രമാണ്, അതികഠിനമാണ്. ഈ പ്രകാരത്തിൽ 3 ദിവസങ്ങൾ പൂർണ്ണമായിട്ടും ആഹാരവും ജലവും ഉപേക്ഷിച്ചിട്ട് ഒരേ നിൽപ്പ് നിന്ന് തപസ് ചെയ്യുക എന്നുള്ളത് ആർക്കും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. പരമദുശ്ചരം, അങ്ങേയറ്റം പ്രയാസമേറിയതാണത്. അതുകൊണ്ട് ആ പ്രകാരത്തിലുള്ളതായ തപസ് വേണമോ, കുറെക്കൂടി ലളിതമായ രീതിയിൽ ആയിക്കൂടെ എന്നതിനർത്ഥം. അങ്ങനെ അദ്ദേഹം വാക്കുകൊണ്ട് ചോദിച്ചില്ല. കാരണം സാവിത്രിയോട് അങ്ങനെ ചോദിക്കാൻ പറ്റൂല. വളരെ വ്യക്തമായ നിഷ്ഠയോടുകൂടിയവളാണ് സാവിത്രി. എല്ലാവരോടും അങ്ങേയറ്റം ബഹുമാനം, എല്ലാവരുടെയും കാര്യങ്ങൾ വലിയൊരു പൂജയെന്നോണം അവൾ നിർവഹിക്കുന്നു. ഈ തപസ് ആരംഭിക്കുന്നതിന് മുമ്പ് വരെയുള്ള ദിനങ്ങളിൽ ആ ആശ്രമത്തിന് വേണ്ടുന്നതായ സകല കാര്യങ്ങളും സാവിത്രി നേരിട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ ആശ്രമത്തെ സേവിക്കുക എന്നുള്ളത് തന്നെ തൻ്റെ ഒരു തപസ്സാക്കി മാറ്റി. അതിനോടൊപ്പം മറ്റ് ജപ ഹോമാദികൾ എല്ലാം സാവിത്രി നിർവഹിച്ചു പോന്നിരുന്നു. ഇപ്പോഴിതാ അതിനുമെല്ലാം അപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു. ഇത്രയേറെ നിഷ്ഠയുള്ള സാവിത്രിയോട് ഇങ്ങനൊരു തപസ് വേണ്ട എന്ന് പറയാൻ ദ്യുമത്സേനന് സാധിക്കില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതായ ഭയപ്പാടതാണ്. ഇത്ര കഠിനമായൊരു തപശ്ചര്യ സാവിത്രി സ്വീകരിച്ചാലോ? ഇതിനുള്ള കാരണങ്ങളും മനസ്സിലാകുന്നില്ല. കാരണങ്ങൾ സാവിത്രി പറഞ്ഞിട്ടുമില്ല, ചോദിക്കാനും പറ്റൂല. അതുകൊണ്ട് അദ്ദേഹം ഇത്രയും പറഞ്ഞു, ഇത് അതിതീവ്രമാണ്, അതികഠിനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു സാവിത്രിയോട്. അപ്പോഴേക്കും സാവിത്രി മറുപടി പറഞ്ഞു, ന കാര്യസ്ഥാത സന്താപ പാരയിഷ്യാമഹം വ്രതം. അല്ലയോ പിതാവേ, അങ്ങൊരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല, അങ്ങൊരിക്കലും പരിഭ്രമിക്കേണ്ട കാര്യമില്ല, വ്യാകുലപ്പെടേണ്ട കാര്യമില്ല.
ഈ വ്രതം ഞാൻ നല്ലവണ്ണം ആലോചിച്ചിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്. ഞാനത് പൂർണ്ണമാക്കും. അങ്ങൊരു പക്ഷേ ഭയക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഇത് പൂർണ്ണമാക്കാൻ എനിക്ക് കഴിയുമോ എന്നൊക്കെ, ഞാനിത് പൂർണ്ണമാക്കുമോ എന്നൊക്കെ. ഞാനിത് പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. ഇത് വ്യവസായകൃതം ഹീതം വ്യവസായശ്ച കാരണം. ഇത് ഞാൻ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനിച്ചതാണ്. അതിൻ്റെ കാരണവും ആ പ്രകാരത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള തീരുമാനമാണ്. അതുകൊണ്ട് ഞാനിത് പൂർണ്ണമാക്കും, ഈ നിശ്ചയം പൂർണ്ണമാക്കും. ഈ 3 അഹോരാത്രങ്ങളും ഞാൻ ഈ പ്രകാരത്തിൽ തന്നെ നിശ്ചലമായിട്ട് ഇവിടെ ആഹാരവും ജലവുമെല്ലാം ഉപേക്ഷിച്ച്, ഉറക്കവും ഉപേക്ഷിച്ച് ഒരേ നിൽപ്പ് നിൽക്കും. അപ്പോഴേക്കും ദ്യുമത്സേനൻ സാവിത്രിയോട് പറഞ്ഞു, വ്രതം ഭിന്ധീതി വക്തും ത്വാം നാസ്മി ശക്ത കഥഞ്ജന. അല്ലയോ കുഞ്ഞെ, നിന്നോട് നീ ഈ വ്രതം വേണ്ട എന്ന് വെക്കണം, ഒഴിവാക്കണം എന്ന് പറയാനുള്ളതായ കരുത്തെനിക്കില്ല. കാരണം അകാരണമായിട്ട് നീ ഒരു തീരുമാനവും എടുക്കില്ല. നിനക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഒരു തീരുമാനവും എടുക്കില്ല. വളരെ കൃത്യമായ ഉറപ്പുള്ള തീരുമാനമാണ് അല്ലയോ സാവിത്രി കുഞ്ഞിൻ്റേത്. അതിനാൽ ഒരിക്കലും തെറ്റായൊരു തീരുമാനം എടുക്കില്ലെന്നറിയാം. അതുകൊണ്ട് വേണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത്രേ ഞാൻ പരിഭ്രമിക്കുന്നുള്ളൂ. ഇത്ര കഠിനമായ നിഷ്ഠ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അതേ പ്രകാരത്തിൽ പൂർണ്ണമാക്കാൻ കഴിയുമോ എന്നുള്ളതായ ഭയം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് അദ്ദേഹം സാവിത്രിയോട് വളരെ എളുപ്പത്തിൽ, വളരെ ലളിതമായിട്ട്, സ്നേഹത്തോടു കൂടിയിട്ട് പറഞ്ഞു. ഈ വ്രതം നീ പൂർണ്ണമാക്കണം. പാരയസ്വേതി വചനം യുക്തം അസ്മദ്വിധോ വദേത്. എന്നെ പോലുള്ള ആളുകൾ ഇത്ര മാത്രമേ പറയൂ, പാരയസ്വേതി വചനം. ഈ വ്രതത്തെ നീ പൂർണ്ണമാക്കണം, പാരണ വീടണം, അത് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. ഇതാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് പറയാൻ യുക്തമായിട്ടുള്ളത്. യുക്തം അസ്മദ്വിധോ വദേത്, അത്രമാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. അപ്പോഴേക്കും സാവിത്രി തൻ്റെ ഭർത്താവായ സത്യവാന്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിശ്ചയമായിട്ടും ഇതിനെ പൂർണ്ണമാക്കും, അതിന് യാതൊരു ഇളക്കവുമില്ല എന്ന്. അടുത്ത പകലായി 3 പകലും 3 രാത്രിയുമായി. 4-ാം ദിവസം പകൽ വരികയാണ്. ആ പകൽ വരുമ്പോഴേക്കും സാവിത്രി തൻ്റെ മനസ്സിലെണ്ണി, 3 പകലും 3 രാത്രിയും കഴിഞ്ഞു, ഇനി ഈ പകല് അത് നിർണായകം. തൻ്റെ ഭർത്താവായിരിക്കുന്ന സത്യവാന്റെ ജീവിതത്തെ തനിക്ക് നിശ്ചയമായിട്ടും വിധിയുടെ കയ്യിൽ നിന്ന് മടക്കി നേടണം. അതിനുള്ളതായ തപോബലം തനിക്ക് സഞ്ചയിക്കണം. വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ ദിവസം താൻ സത്യവാനോടൊപ്പം എല്ലാ നിമിഷവും ഉണ്ടാകണം. സത്യവാന്റെ ഓരോ ചലനവും നിരീക്ഷിക്കണം, ഓരോ ഭാവഭേദങ്ങളും നിരീക്ഷിക്കണം, എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വളരെ കൃത്യമായിട്ട് അതിന് പ്രതിവിധിയും കാണണം. സാവിത്രി തീരുമാനിച്ചു. അങ്ങനെ സത്യവാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കഠിനമായ വ്രതം അവൾ പൂർണ്ണമാക്കുകയാണ്. 4-ാം ദിവസത്തിലേക്ക് എത്തി. അന്ന് രാവിലെ ആയപ്പോഴേക്കും എന്നും രാവിലെ ചെയ്യുന്ന രീതിയിലുള്ളതായ ഹോമാദികൾ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം സാവിത്രി പൂർണ്ണമാക്കി. ജപഹോമാദികളെല്ലാം പൂർണ്ണമാക്കി. ആ അവസരത്തിൽ അച്ഛനും അമ്മയും സമീപത്ത് ചെന്നു സാവിത്രിയോട് പറഞ്ഞു, 3 പകലും 3 രാത്രിയും ഉള്ളതായ വ്രതമാണ് നീ നേരത്തെ നിശ്ചയിച്ചത്. വളരെ വിജയകരമായി തന്നെ 3 പകലും 3 രാത്രിയും ഇതാ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇതാ 4-ാം ദിനം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട്
നിനക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. സാവിത്രി പറഞ്ഞു, ഇന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ. ഇതെൻ്റെ നിശ്ചയമാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. അച്ഛനമ്മമാർ ഈ കാര്യത്തിൽ ഒരിക്കലും വേദനിക്കരുതേ എന്ന് അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ആ കഠിനമായ തപസ് പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 400 വർഷത്തെ ആയുസ്സാണ് യമധർമ്മൻ സത്യവാനും സാവിത്രിക്കും നൽകിയത്. അങ്ങനെ ദീർഘായുസ്സായിട്ട് സത്യവാൻ മാറുന്നത് സാവിത്രിയുടെ തപസ്സിന്റെ ബലത്താൽ നമ്മൾ കാണുന്നു. ഇതാണ് സാവിത്രിയുടെ ധൈര്യവും. ലോകത്താർക്കും ചെയ്യാൻ കഴിയാത്തതായ കർമ്മമാണ് സാവിത്രി ചെയ്യുന്നത്. വിധിയെ വെല്ലുക എന്നുള്ളതായ മഹാകർമ്മം, യമധർമ്മന്റെ നിശ്ചയത്തെ വെല്ലുക എന്നുള്ളതായ മഹാകർമ്മം, അത് നിർവഹിക്കണമെങ്കിൽ മനസ്സ് അങ്ങേയറ്റം നല്ല ശീലഗുണത്തോടു കൂടിയതായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്ര കഠിനമായിട്ടുള്ള നിഷ്ഠയെ പരിപാലിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ അവളുടെ ഉള്ളിലുള്ളതായ ആ ദൈവീ സമ്പത്ത്, ധൃതിയും ശൗചവും ധൈര്യവും അതേപോലെ തന്നെ മനസ്സിന്റെ വിശുദ്ധിയും സ്വഭാവ ഗുണവും നമ്മൾ ഇവിടെ നേരിട്ട് കാണുന്നു. ഈ രണ്ട് ദൈവീ സമ്പത്തിനെയും നേരിട്ടറിയാൻ അനേകം കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും മഹാഭാരതത്തിൽ വ്യാസൻ നിബന്ധിച്ചു വച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രത്തിന്റെ സ്വഭാവങ്ങൾക്ക് ഭേദമുണ്ട്, അവരിലുള്ള ഗുണങ്ങളിൽ വ്യത്യാസമുണ്ട്. ത്രിഗുണങ്ങളാണല്ലോ എല്ലാ പേരിലും ഉള്ളത്, അത് വ്യത്യസ്ത അളവുകളിലാണ്. അങ്ങനെയുള്ളതായ ഭേദം ഓരോ കഥാപാത്രങ്ങൾക്കുമുണ്ട്. അതിനനുസരിച്ചുള്ളതായ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ ആ കഥാപാത്രങ്ങളെ നിബന്ധിച്ചിട്ട് ഈ ധൃതിയും ശൗചവും ഒക്കെ വ്യാസൻ അവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും സാത്വികമായിട്ടുള്ള, ഏറ്റവും ശുദ്ധമായിട്ടുള്ള, വിധിയെ വെല്ലുന്ന അത്ഭുതകരമായ സ്വരൂപമാണ് സാവിത്രിയുടെയും സത്യവാന്റെയും കഥയിലൂടി വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. നാളെ നമുക്ക് രാത്രി 8:30 ഇതേപോലെ ഒരുമിച്ച് കൂടാം. എന്നിട്ട് ഈ കഥയെ നമുക്ക് വിശകലനം ചെയ്യാം. ഈ ദൈവീ സമ്പത്തിനെ നമുക്ക് ഉൾക്കൊള്ളാം. അതിന് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന സ്വന്തം ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിൽ, വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.